കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ ദുരന്ത വാർത്തകൾ മാത്രം കേട്ടുകൊണ്ടിരുന്ന ആരാധകർക്ക് ഒരു സന്തോഷ വാർത്ത വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ പുറത്തേക്ക് വന്ന വാർത്തയാണ്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ ചില വൃത്തികെട്ട കാരണങ്ങളാൽ എനിക്ക് രാത്രിയിൽ ആ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇത്ര രാവിലെ ചെയ്യുന്നത്. താമസിച്ചതിന് നിങ്ങളോട് ഞാൻ മാപ്പി ചോദിക്കുന്നു. ആശിഷ് നേഗി, ഖേലോന്റെ കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ആശിഷ് നേഗിയാണ് ഈ റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടത്. കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ഈ ഒരു സീസണിൽ ടീമിലേക്ക് കൊണ്ടുവരേണ്ട താരങ്ങളുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കി കഴിഞ്ഞുവെന്നാണ് ആശിഷിന്റെ റിപ്പോർട്ട് പറയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതിയ ഇൻവെസ്റ്റേഴ്സ് വരുന്നതിന്റെ നീക്കങ്ങളുടെ കാര്യത്തിലും വളരെ വലിയ പുരോഗതിയുണ്ട്. ഇനി അവസാന നീക്കുപോക്കുകൾ മാത്രം പൂർത്തിയാക്കാനുള്ളൂ. കാര്യങ്ങളിൽ നല്ല പുരോഗതിയുണ്ട്. കോടതിയുടെ അനുമതി ലഭിച്ചാൽ മാത്രം മതി, ബാക്കി എല്ലാം സെറ്റാണെന്നാണ് ആശിഷ് നേഗി പറയുന്നത്. അത് കിട്ടിയാൽ ഉടനെ തന്നെ ബ്ലാസ്റ്റേഴ്സിനെ വാഗ്നർ കൺസോർഷ്യത്തിൽ നിന്നും പുതിയ കൺസോർഷ്യം ടേക്ക് ഓവർ ചെയ്യും. കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദേശ ഇന്ത്യക്കാരാണ് ഇന്ത്യയിൽ നിന്നുള്ളവരും വിദേശത്തു നിന്നുള്ളവരും കേരള കണക്ഷനുള്ള ആളുകൾ ചേർന്ന് രൂപീകരിച്ച ഒരു കൺസോർഷ്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ പുതുതായിട്ട് ഏറ്റെടുക്കാൻ പോകുന്നത്. ആ ഒരു ടീമിലേക്ക് കൊണ്ടുവരേണ്ട താരങ്ങളുമായിട്ടുള്ള ചർച്ചകൾ അണ്ടർ ദ ടേബിൾ തുടങ്ങിക്കഴിഞ്ഞു. എത്തിക്കേണ്ട താരങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ കരാറിലേക്ക് വരാത്തത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമസ്ഥാവകാശത്തിന്റെ കൈമാറ്റ കരാറിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം രേഖാമൂലം വരാത്തത് കൊണ്ടാണ് താരങ്ങളെ കൊണ്ടുവരാൻ വൈകുന്നത്. ഇനി ആ നീക്കങ്ങളെല്ലാം പൂർത്തിയാവുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇനി താരങ്ങളുടെ കുത്തൊഴുക്കായിരിക്കും. ആരെയൊക്കെയാണ് പുതിയ ഇൻവെസ്റ്റേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാത്തിരിക്കാം. ഒരുപക്ഷെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ സ്ഥാനത്തേക്ക് താൽക്കാലികമായി തുടരുന്ന അഭിക് ചാറ്റർജിക്ക് ഒരു ടെസ്റ്റിംഗ് കൂടിയായിരിക്കും ഈ ഒരു സീസണിൽ അദ്ദേഹം കൊണ്ടുവരുന്ന താരങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യും എന്ന് നോക്കും. ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ വളരെ വലിയ മാറ്റം ഉണ്ടാവാൻ പോവുകയാണ്. ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയൊരു സന്തോഷ വാർത്ത തന്നെയാണ്.